ഇന്ന് ഏപ്രിൽ 1 യുദ്ധത്തിൻ്റെ 33-ാം ദിവസം അമേരിക്ക പറയുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു എക്സിറ്റ് ഉണ്ടാവുക, പരമാവധി 2-3 ആഴ്ചക്കിടയിൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന തരത്തിലുള്ള മാസ്റ്റർ പ്ലാനാണ് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ആളുകൾ ലോകം വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ കൂടി അന്തരീക്ഷത്തിൽ പറഞ്ഞു കേൾക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇറാൻ യുദ്ധം നിർത്താൻ ഒരു വെടിനിർത്തലിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം. ആ കാര്യം കേട്ടപാട് ഇറാൻ്റെ ഔദ്യോഗിക വക്താവ് ഇസ്മായിൽ ബഗൈ അത് നിരാകരിക്കുകയും ഇത് പച്ചക്കള്ളമാണ് ഈ പറയുന്നത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, 1949 12 രാജ്യങ്ങളായി തുടങ്ങി സോവിയറ്റ് യൂണിയനെതിരെ ഒരു ശാക്തിക ചേരിയായി, സൈനിക നടപടിക്ക് വേണ്ടിയുള്ള ചേരിയായി നിലകൊണ്ട, പിന്നീട് 20 രാജ്യങ്ങൾ കൂടെ ചേർന്ന, 2024 അവസാനത്തെ രാജ്യം സ്വീഡൻ വന്നു ചേർന്ന 32 അംഗ രാജ്യങ്ങളുടെ സമുച്ചയമായി മാറിയിരിക്കുന്ന നാറ്റോ എന്ന സഖ്യം, ആ സഖ്യം വിട്ടതാ ഞങ്ങൾ പോകാൻ പോകുന്നു എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത്. കാരണം കൂടെയുള്ള ഇങ്ങനെയുള്ള ആളുകളെയും വെച്ചിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല, അത്യാവശ്യത്തിന് സഹായിക്കാത്ത സുഹൃത്തുക്കളായി അവർ മാറിയിരിക്കുന്നു, വെറും കടലാസ് പുലികളാണ് നാറ്റോയിലെ അംഗരാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് നാറ്റോ വിട്ടു പോകുമോ? എന്തിനു വേണ്ടിയാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുപോലൊരു ഏപ്രിലിൻ്റെ 4-ാം ദിവസത്തിൽ, ഏപ്രിൽ 4-നാണ് രൂപീകൃതമായത്? അതിൻ്റെ ധർമ്മം നിർവഹിക്കപ്പെട്ടോ? അതോ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അംശമായ റഷ്യയുമായിട്ട് സഹവർത്തിത്വത്തിലായോ? അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ലേ? എന്തായിരുന്നു 49 എഴുതി വെച്ചത്? ഈ പറയപ്പെടുന്ന നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനു മേൽ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ എല്ലാ രാജ്യങ്ങൾക്ക് മേലും ആക്രമണം നടത്തുന്നു എന്നതുപോലെ കരുതി തിരിച്ചടിക്കണം. അതിനുവേണ്ടിയാണ് ഈ സഖ്യം എന്നാണ് അമേരിക്ക അന്ന് പറഞ്ഞത്. രൂപീകൃതമായത് വാഷിങ്ടണിൽ ഏപ്രിൽ 4-ാം തീയതി ഒരു യോഗത്തിൽ വെച്ചാണ് 1949. ഏതായാലും ആ സഖ്യം വിട്ടുപോകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ട്രംപ് ആയതുകൊണ്ട് ചില മാധ്യമങ്ങൾ പറയുന്നത് ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന മട്ടിലാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കും. പക്ഷേ ഇന്ന് രാത്രി അമേരിക്കൻ സമയം രാത്രി 9 മണിക്ക്, USA സമയം രാവിലെ ഏതാണ്ട് 5 മണി സമയം, ആ സമയത്ത് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ട്രംപ് എന്നറിയിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഇറാൻ ഒരു കാരണവശാലും ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന പരിപാടി ഇല്ല എന്ന് വ്യക്തമായി ഇന്നും അറിയിച്ചതായിട്ടാണ് ഇറാനിലെ ആഭ്യന്തര മാധ്യമങ്ങളും അതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വെടിനിർത്തൽ ആവശ്യമില്ല എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞല്ലോ, അമേരിക്കയിലെ ആഭ്യന്തര സംഘർഷങ്ങളെക്കുറിച്ച്, ഇസ്രയേലിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾ വിരുദ്ധാഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ സമ്മതിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് ഇന്നലത്തേക്കാൾ ഗ്യാസിൻ്റെ വില അമേരിക്കയിൽ കൂടുകയും ജനങ്ങളുടെ മുന്നിൽ ഇത് മാത്രമായി വിഷയം മാറുകയും ചെയ്തിരിക്കുന്നു. യുദ്ധം കൊണ്ടുവരുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് അമേരിക്കയിൽ സാധാരണക്കാർ ചർച്ച ചെയ്യുന്നു. അവർ എന്തെങ്കിലും ഒരു നടപടി ഈ വിഷയത്തിൽ വേണം എന്നാഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു എന്നാണ്. ഇന്നലത്തേക്കാൾ ലേശം കൂടി വില ഇന്ന് കൂടി. ഒരു ഗാലൻ്റെ ഗ്യാസിൻ്റെ വില $4 പിന്നെ 6 സെൻറ്റും എന്ന രൂപത്തിലായി വർദ്ധിച്ചിരിക്കുന്നു. 2022 ശേഷം ഇങ്ങനെ ഒരു വില നിലവാരത്തിൽ ഈ ഏപ്രിൽ 1 അല്ലാതെ മറ്റൊരു ദിവസവും വന്നിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നൊന്ന്, യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് മാക്രോൺ ഇന്ന് വളരെ ശക്തമായൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഫ്രാൻസ് ഈ യുദ്ധത്തിലില്ല. ആരൊക്കെ വന്ന് വിളിച്ചാലും ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ല, പോകില്ല. അമേരിക്ക ഇസ്രയേൽ ശക്തികളോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ ഫ്രാൻസിനെ കിട്ടില്ല എന്ന കാര്യം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളോട് കൺസൾട്ട് ചെയ്തിട്ടല്ല ഈ യുദ്ധം ആരംഭിച്ചത്, അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ പറ്റുകയുമില്ല. ഈ യുദ്ധത്തിൻ്റെ ഒരു നീതി മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്രോൺ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടെ ലോകത്ത് വന്ന് വലിയൊരു സംഭവവികാസം കൂടി എന്ന് നമ്മൾ അറിയണം. ഒരല്പം ശുഭപ്രതീക്ഷ നൽകുന്നൊരു കാര്യമായി അത് മാറിയിരിക്കുകയാണ്. മധ്യസ്ഥ ശ്രമത്തിൽ ഇടപെട്ടുകൊണ്ട്, സമാധാനത്തിൻ്റെ ദൂത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൈന കൂടി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. സി ജിൻപിങ്
ഇത്തരത്തിൽ ഒരു സൂചന നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളോടൊപ്പം തന്നെ സജീവമായി നിന്നുകൊണ്ട് ഇറാൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ ഒരു മിഡിൽ കക്ഷിയായി നിന്നുകൊണ്ട് സമാധാനം കൊണ്ടുവരാനുള്ള ചില പദ്ധതികൾ, അതിനുവേണ്ടി 5 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായി അതിൻ്റെ വിവരം കിട്ടും. നോക്കണേ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു അവസ്ഥ? അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ, അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള കളികൾ, എന്തെല്ലാം പ്രഖ്യാപന പ്രഘോഷങ്ങൾ, അതൊക്കെ മറന്നിട്ട് ഇപ്പോഴിതാ രണ്ടുപേരും സമാധാനത്തിൻ്റെ ടേബിളിൽ ഒന്നിക്കുന്നു എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കിയില്ലേ? വെടിനിർത്തൽ കൊണ്ടുവരിക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക. ഈ 2 പരിപാടികളാണ് 5 പരിപാടിയിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് മാധ്യമങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് വരികയാണ്. ഏതായാലും നാളെ മറ്റന്നാൾ ഒക്കെയായിട്ട് അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുകയാണ്. ഇറാഖിലെ ബാഗ്ദാദിൽ അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് നേരെ, അത് എംബസി, കോൺസുലേറ്റൊക്കെ ആവട്ടെ, അല്ലാത്ത അമേരിക്കയുമായി ബന്ധപ്പെട്ട സെൻറ്ററുകളാവട്ടെ, അവിടേക്ക് മേൽ അതിശക്തമായ ആക്രമണം ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ചതാണ്. ആരാണ് ആക്രമണം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി ഇതുവരെ അമേരിക്കൻ സൈന്യത്തിന് പിടികിട്ടിയിട്ടില്ല. ഓരോ ദിവസവും ഓരോ തരത്തിലാണ് ആക്രമണം നടത്തുന്നത്. ഏതെങ്കിലും തീവ്രവാദി പ്രസ്ഥാനങ്ങളാണോ, ഏതെങ്കിലും രാജ്യങ്ങളാണോ, ഇറാനാണോ, എന്താണെന്ന് വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് അമേരിക്ക പറയുന്നത് $3 മില്യൺ കിട്ടും. ആരാണ് ഈ ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്താൻ വേണ്ടി വരുന്നത്, എപ്പോൾ ആക്രമണം നടത്തുമെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം നൽകുന്നവർക്ക് $3 മില്യൺ വരെ നൽകാൻ, പാരിതോഷികം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബാഗ്ദാദിൽ. ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ UAE വിവിധ വിമാന കമ്പനികൾ ഇന്നൊരു അഡ്വൈസറി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇറാൻ പൗരന്മാർ തങ്ങളുടെ വിമാനത്തിൽ കയറിയിട്ട് ഇനിയിപ്പോൾ UAE ഇവിടെ ലാൻഡ് ചെയ്യുകയും വേണ്ട, ഇവിടെ ട്രാൻസിറ്റിന് വേണ്ടി വേറെ അങ്ങോട്ടും പോകാൻ വേണ്ടി വരികയും വേണ്ട എന്ന തരത്തിൽ ഇറാൻ പൗരന്മാരെ UAE വിമാന കമ്പനികൾ കയറ്റുന്നില്ല എന്ന രൂപത്തിലുള്ള അഡ്വൈസറിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന് തൽക്കാലം ട്രാൻസിറ്റ് മറ്റ് സൗകര്യങ്ങളുമൊക്കെ അനുവദിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സംഘടിതമായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു നീക്കമായി മാറുകയാണ്. ഇറാൻ ഇങ്ങനെ തുടരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിരോധത്തിൻ്റെ മറ്റൊരു മുഖമായി UAE വിമാന കമ്പനികളുടെ ഈ തീരുമാനം മാറുകയാണ്. ഇറാൻ്റെ ആക്രമണത്തിൽ ഫുജേറയിൽ ഒരു ഫാമിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ അവശിഷ്ടങ്ങൾ വീണിട്ട് ഒരു ബംഗ്ലാദേശ് പൗരൻ, തൊഴിലാളിയാണ്, മരണമടഞ്ഞു എന്ന വാർത്തയാണ് രാവിലെ വന്നത്. അങ്ങനെ മരണസംഖ്യ മൊത്തത്തിൽ ഇപ്പോൾ ഈ 33 ദിവസത്തിനിടയിൽ 12 ഉയർന്നിരിക്കുകയാണ്. 190 പേർക്ക് മൊത്തത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. 5 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളുമാണ് ഇന്ന് UAE നിർവീര്യമാക്കിയിരിക്കുന്നത്. ഉമ്മൽ ഖ്വൈൻ്റെ ഭാഗത്തും ഇന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത കഷ്ണങ്ങൾ വീണിട്ട് ഒരു ഇന്ത്യക്കാരന് പരിക്ക് പറ്റി എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഖത്തറിലെ ഒരു ഫ്യൂവൽ ടാങ്കറിന് മേൽ ആക്രമണം നടന്നു. കുവൈറ്റിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഫ്യൂവൽ ടാങ്കിൽ ആക്രമണം നടന്നു. ബഹ്റിനിലും ഏതാണ്ട് തത്തുല്യമായ തരത്തിൽ ആക്രമണമുണ്ടായി എന്ന രൂപത്തിൽ റിപ്പോർട്ട് വരികയാണ്. ഇറാനുമേലും ശക്തമായ ആക്രമണം അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിനകത്ത് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ്. സെൻട്രൽ ഇസ്രയേലിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ മിസൈൽ വർഷം നടന്നു. അതുപോലെ ഹൂത്തികൾ തെക്കൻ ഇസ്രയേൽ ഭാഗത്ത് ശക്തമായ ആക്രമണം നടത്തി. ഇതിലൊക്കെ ആളുകൾക്ക് പരിക്ക് പറ്റി എന്ന റിപ്പോർട്ട്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റി, വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ പറ്റി എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. പക്ഷേ ലെബനോനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ആക്രമണം കഴിഞ്ഞ 24 മണിക്കൂറിൽ 50-ലധികം പേർ ലെബനോനിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. യുദ്ധം 33 ദിവസം പിന്നിടുമ്പോൾ, ലോകം മുഴുവനും എണ്ണവില കയറിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമമുണ്ടായിട്ട് പല സാധാരണ റെസ്റ്റോറൻറ്റുകളും കടകളും തട്ടുകടകൾ പോലും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം വരുമ്പോൾ, ആളുകൾക്കുള്ള വരുമാനം എന്നത് ചോദ്യചിഹ്നമായി മാറാൻ തുടങ്ങുമ്പോൾ ചില രാജ്യങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അവരവരുടെ ഭരണാധികാരികൾക്കെതിരെ കലാപമുണ്ടാക്കുന്ന വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ഏഷ്യൻ മേഖലയിൽ ഫിലിപ്പൈൻസിൽ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ തെരുവിലാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇന്ധനമേ കിട്ടാനില്ല എന്ന അർത്ഥത്തിൽ ആളുകൾ സമരമുഖത്താണ്. ഫിലിപ്പൈൻസിൻ്റെ വിദേശകാര്യ സെക്രട്ടറി
ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയോട് ഒരു അപേക്ഷ പോലെ നൽകിയിരിക്കുന്ന കാര്യം റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലിടുക്ക് വഴി ഫിലിപ്പൈൻസിലേക്കുള്ള കപ്പലുകൾ, ഈ പാചകവാതകവും ഇന്ധനവുമായിട്ട് വരാനുള്ള കപ്പലുകൾ കടത്തിവിടണം എന്നൊരു അഭ്യർത്ഥന നടത്തി എന്ന റിപ്പോർട്ട് വരികയാണ്. ഇറാൻ എത്ര കണ്ടത് പരിഗണിച്ചു, അതിൻ്റെ മറുപടി എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ആഘാതങ്ങൾ കൂടുതലായി വരുമെന്നൊരു ഭീതിയിലേക്ക് പോകുന്നു എന്ന കാര്യം മറച്ചു വച്ചിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഇതൊന്നും വലിയ വിഷയമായി മാറുന്നില്ല. ആളുകൾക്ക് മറ്റു പല പ്രയോറിറ്റി വിഷയങ്ങളും ഉണ്ടെന്നറിയാം. ഇനി ഒരാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ ഇന്ധനത്തിൻ്റെ കാര്യവും പാചകവാതകത്തിൻ്റെ കാര്യവും കടകൾ അടഞ്ഞു കിടക്കുന്നതും ആളുകൾക്ക് വരുമാനമില്ലാത്തതും ബുദ്ധിമുട്ടി കഴിയുന്നതും അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ദുരിതം അനുഭവിക്കുന്നതും അവർ മോഷണങ്ങളിലേക്ക് തിരിയുന്നതും വീടുകളിൽ ഭീതി നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകുന്നതും ഇതൊന്നും ചർച്ചാ വിഷയമായി ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലും മാറുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ അറിയണം. എന്നിട്ടും നമ്മൾ ഇല്ലാത്ത കാശ് മുടക്കിയിട്ട് 9-ാം തീയതി വോട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെ വിമാനം പിടിക്കാം, ടിക്കറ്റ് കിട്ടാം എന്ന് അന്വേഷിച്ചുകൊണ്ട് ട്രാവൽ ഏജൻസിയിലേക്ക് വിളിക്കുന്ന വൈകാരിക തിളപ്പുള്ളവരാണ് നമ്മൾ പ്രവാസികളെന്ന കാര്യം നമ്മൾ മാത്രം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. ഇതെല്ലാം മാറിമറിഞ്ഞു വരുന്ന സമാധാനത്തിൻ്റെ രാപ്പകലുകൾ പിറക്കട്ടെ എന്ന് വീണ്ടും ആശംസിച്ചും ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara, Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.